വെരി ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന വിദ്യാർത്ഥി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ബേബി കർവ് മെത്തേഡാണ്. നിങ്ങൾ ലീനിയർ ഇനീക്വാലിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റീസും റാഷണൽ ഇനീക്വാലിറ്റീസും ഒക്കെയാണ്. അത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് ബേബി കർവ് മെത്തേഡ്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതൊരു 4-5 മെത്തേഡായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് മെത്തേഡിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഇതാ, x minus 1 into x minus 3 less than 0. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. x minus 1 into x minus 2 less than 0. ഇതിൽ നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, അതാണ് നമ്മളിതിൽ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു നമ്പർ ചെക്ക് ചെയ്യാം. ഒരു 5 എന്നുള്ള നമ്പർ ചെക്ക് ചെയ്യാം. 5 minus 1 4, 5 minus 3 2, 4 into 2 ഒരു പോസിറ്റീവ് നമ്പറാണ് നിങ്ങൾക്ക് കിട്ടുക. പോസിറ്റീവ് നമ്പർ ഒരിക്കലും ലെസ് ദാൻ 0 അല്ല. അപ്പോൾ നമുക്ക് ഈ ഇനീക്വാലിറ്റീസ് ഒരിക്കലും എന്ത് കൊടുക്കാൻ പറ്റില്ല, 5 കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത്, ബേബി കർവ് മെത്തേഡ്. നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ x minus 1 into x minus 2 less than 0. ഫസ്റ്റ് നമ്മളിതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് ചൂസ് ചെയ്യണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് ഈ ഇനീക്വാലിറ്റി x minus 1 into x minus 3 ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനാണ് ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. x minus 1 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. x minus 3 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 3 ആയിരിക്കണം. അപ്പോൾ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടി. ക്രിട്ടിക്കൽ പോയിന്റ്സ് 1 ഉം 3 ആണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് 1 ഉം 3 ആണ്. അതിനുശേഷം നമ്മൾ നമ്പർ ലൈൻ പറയാം. നമ്പർ ലൈനിൽ റൈറ്റ് സൈഡിൽ ഉണ്ടാവുക എന്താണ്, പ്ലസ് ഇൻഫിനിറ്റി ആണ്. ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുക മൈനസ് ഇൻഫിനിറ്റി ആണ്. അതിനുശേഷം നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ നമ്പർ ലൈനിൽ കുറിക്കുകയാണ് വേണ്ടത്. 1 3 പോയിന്റ്സ് 1 3. അപ്പോൾ നമ്മുടെ നമ്പർ ലൈൻ 3 ഭാഗങ്ങളായിട്ട് കുറിയിട്ടുണ്ട്. മൈനസ് ഇൻഫിനിറ്റി ടു 1, 1 to 3, 3 to ഇൻഫിനിറ്റി. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ചെക്ക് ചെയ്യാം. ഏറ്റവും ബെറ്റർ റൈറ്റ് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്യുന്നതാണ്. 3നേക്കാൾ കൂടിയ ഏതെങ്കിലും ഒരു നമ്പർ നമ്മൾ ചൂസ് ചെയ്യാം. കൂടിയ ഏതെങ്കിലും നമ്പറിൽ 4 ചൂസ് ചെയ്യാം. 4 നമ്മൾ ഇനീക്വാലിറ്റിയിൽ ചെക്ക് ചെയ്യാം. 4 minus 1 3 ആണ്. 3 പോസിറ്റീവ് ആണ്. 4 minus 3 1 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ആണ് കിട്ടുക. പോസിറ്റീവ് ലെസ് ദാൻ 0 ആണോ? അല്ല. പോസിറ്റീവ് ലെസ് ദാൻ 0 അല്ല. അപ്പോൾ ഈ റീജിയൻ നമുക്ക് ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല. അപ്പോൾ നമ്മൾ ആൾട്ടർനേറ്റ് ഇട്ടാൽ മതി. ഈ റീജിയൻ തരും, ഈ റീജിയൻ തരില്ല. അപ്പോൾ നമ്മുടെ ആൻസർ ഉണ്ടാവുക 1 മുതൽ 3 വരെയുള്ള ഏത് നമ്പേഴ്സും, ഏതൊരു റിയൽ നമ്പറും നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരും. നിങ്ങൾക്കറിയാം അത് ഡിനോട്ട് ചെയ്യാന്നുള്ളത് 1 to 3. ഓപ്പൺ ഇൻ്റർവൽ 1 to 3 ആണ്. കാരണം ഇവിടെ ലെസ് ദാൻ 0 എന്നാണുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? ഇവിടെ 1 ഉം 3 ഉം ഇൻക്ലൂഡ് ആണ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 1 to 3 ആയിരിക്കും. അപ്പോൾ ഈ ബേബി കർവ് മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്, x minus 1 into x plus 3 into x minus 5 greater than or equal to 0. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്, അതാണ് ബേബി കർവ് മെത്തേഡ് യൂസ് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എക്സിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ് x minus 1 0 ആണെങ്കിൽ x equal to 1 ആവണം. x plus 3 0 ആണെങ്കിൽ x equal to minus 3 ആവണം. x minus 5 0 ആണെങ്കിൽ x equal to 5 ആവണം. അപ്പോൾ നമുക്ക് 3 ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ നമ്പർ ലൈൻ പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഈ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യണം. 5 റൈറ്റ് സൈഡിലാണ് ഉണ്ടാവുക, 1 ഇവിടെ ഉണ്ടാവും, മൈനസ് 3 ഇവിടെ ഉണ്ടാവും. നമ്മുടെ നമ്പർ ലൈനെ നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഒരു 4 ഭാഗങ്ങളായിട്ട് കുറിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ ഭാഗവും ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ഫസ്റ്റ് റൈറ്റ് സൈഡിലുള്ള ഭാഗം ചെക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്.
5-നേക്കാൾ കൂടിയ ഏതെങ്കിലും ഒരു നമ്പർ, 5-നേക്കാൾ കൂടിയ ഒരു 10 എന്നുള്ള നമ്പർ നിങ്ങൾ ചൂസ് ചെയ്യുക. 10 - 1 9, 10 - 1 9 പോസിറ്റീവാണ്, 10 + 3 പോസിറ്റീവാണ്, 10 - 5 പോസിറ്റീവാണ്. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവാണ്. പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണല്ലോ, ശരിയാണ്. അപ്പോൾ നമ്മുടെ ഈ റീജിയണിൽ ഒരു പോയിന്റ് കൊടുത്തപ്പോൾ ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഈ റീജിയൻ മുഴുവൻ ശരിയായിരിക്കും. ഇത് നമ്മൾ ആൾട്ടർനേറ്റ് ആയിട്ട് കൊടുത്താൽ മതി. ഈ റീജിയൻ തെറ്റായിരിക്കും, ഈ റീജിയൻ ശരിയായിരിക്കും, ഈ റീജിയൻ തെറ്റായിരിക്കും. നമ്മുടെ ക്വസ്റ്റ്യൻ x - 1 ഇൻറ്റു x + 3 ഇൻറ്റു x - 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. നമുക്കറിയാം ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മുടെ ഈ പോയിന്റ്സ് എന്ത് ചെയ്യും, ഇൻക്ലൂഡ് ആയിരിക്കും. ഈ 1 - 3 5 എന്ന് പറയുന്ന പോയിന്റ്സ് ഇൻക്ലൂഡ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ വരിക -3 to 1 ക്ലോസ്ഡ് ഇന്റർവെൽ ഉണ്ടാവും, 3 to ഇൻഫിനിറ്റി ക്ലോസ്ഡ് ഇന്റർവെൽ. ഇൻഫിനിറ്റി എപ്പോഴും നമ്മൾ ഓപ്പൺ ഇന്റർവെലാണ് ഇടുക. നമുക്ക് യൂണിയൻ കൊടുക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ വരിക ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി, ഈ ടൈപ്പ് 1 ഫസ്റ്റ് ടൈപ്പിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കൂടി ഡിസ്കസ് ചെയ്യാം. ടൈപ്പ് 1 ഒരു ക്വസ്റ്റ്യൻ കൂടി. x - 1 ഇൻറ്റു x + 3 ഇൻറ്റു x - 4 ഇൻറ്റു x - 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഫസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ്സ്, ക്രിട്ടിക്കൽ പോയിന്റ്സ്. x - 1 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആണ്. x + 3 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ -3 ആണ്. x - 4 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 4 ആണ്. x - 7 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 7 ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്പർ ലൈൻ പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി. ക്രിട്ടിക്കൽ പോയിന്റ്സ് -3 ആണ് ഏറ്റവും ലെഫ്റ്റിൽ വരിക, 1 ഇവിടെ ഉണ്ടാവും, 4 ഇവിടെ ഉണ്ടാവും, 7 ഉണ്ടാവും. നമ്മൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ചൂസ് ചെയ്ത് അതിനുശേഷം നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്ത് അതിനുശേഷം 7ന് ശേഷമുള്ള ഏതെങ്കിലും നമ്പർ നമുക്ക് ചൂസ് ചെയ്യാം. ഒരു 10 ചൂസ് ചെയ്യാം. 10 ചൂസ് ചെയ്താൽ മതി. 10 - 1 പോസിറ്റീവാണ്, 10 + 3 പോസിറ്റീവാണ്, 10 - 4 പോസിറ്റീവാണ്, 10 - 7 പോസിറ്റീവാണ്. മുഴുവൻ പോസിറ്റീവാണ്. പോസിറ്റീവ് ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് എന്ന് പറയുന്നത് 0-നേക്കാൾ കുറവാണോ? അല്ല, തെറ്റാണ്. ഈ റീജിയൻ തെറ്റാണ്, ഇത് തെറ്റാണ്. പിന്നെ ഈ റീജിയൻ ശരിയായിരിക്കും, ഈ റീജിയൻ തെറ്റായിരിക്കും, ഈ റീജിയൻ ശരിയായിരിക്കും, ഈ റീജിയൻ തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ആൻസർ എഴുതാം -3 to 1. നമ്മളിവിടെ ഇത് ചെക്ക് ചെയ്യണം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് മുഴുവൻ ഇതേപോലെ ഡാർക്കായിട്ട് വരയ്ക്കണം. അത് ഈ പോയിന്റ്സ് ഇൻക്ലൂഡാണ്. നിങ്ങൾ ലീനിയർ ഇനീക്വാലിറ്റീസ് ശരിക്കും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. ലീനിയർ ഇനീക്വാലിറ്റീസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലെസ് ദാൻ ഓർ ഈക്വൽ ഉണ്ടെങ്കിൽ നമ്മൾ 0 എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡാണ്. ലെസ് ദാൻ മാത്രമാണെങ്കിൽ ആ 0 എന്ന് പറയുന്ന പോയിന്റ് ഇൻക്ലൂഡ് അല്ല. ഇപ്പോൾ ഇവിടെ ഉണ്ടാവുക -3 to 1 ക്ലോസ്ഡ് ഇന്റർവെലാണ്. അതിനുശേഷം 4 to 7 ക്ലോസ്ഡ് ഇന്റർവെലാണ്. ഇത്രയും റീജിയൻ ഉണ്ടാവും. നമുക്ക് യൂണിയൻ. അപ്പോൾ നമ്മുടെ ടൈപ്പ് 1 കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. ടൈപ്പ് 1 ഉള്ളത് ക്വാഡ്രാറ്റിക് ഇനീക്വാലിറ്റീസും അതേപോലെ ക്യൂബിക് ഇനീക്വാലിറ്റീസും ഏതൊരു ക്വസ്റ്റ്യനും ഈ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നിങ്ങൾക്ക് ഒരുവിധം എല്ലാ ചാപ്റ്ററിലും ഇതിൻ്റെ ഭാഗം വരും. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഒരുവിധം എല്ലാ ചാപ്റ്ററിലും ഇടയിൽ ഇത് കടന്നു വരും. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വേവ് കർവ് മെത്തേഡ് ശരിക്കും പഠിക്കേണ്ടതാണ്. നമുക്കടുത്ത സെക്കൻഡ് പാർട്ടിലേക്ക് പോവാം. ഇതിലെ റാഷണൽ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്ന പാർട്ടിലേക്ക് പോവാം. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാഷണൽ ഇനീക്വാലിറ്റിയാണ്. ടൈപ്പ് 2 റാഷണൽ നമ്പർ. നിങ്ങൾക്ക് റാഷണൽ നമ്പർ അറിയാം. ഒരു ഡിനോമിനേറ്ററും ന്യൂമറേറ്ററുള്ള നമ്പേഴ്സിനാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയാം. റാഷണൽ ഫംഗ്ഷൻ ഇതാണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷൻസ് x - 1 ഇൻറ്റു x - 2 ഇൻറ്റു x - 3 ഗ്രേറ്റർ ദാൻ 0. ടൈപ്പ് 2 ഇതാണ് റാഷണൽ നമ്പേഴ്സ്. നമ്മൾ മുമ്പ് ചെയ്ത സെയിം ടൈപ്പാണ്. ഫസ്റ്റ് നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തുക.
ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എക്സ് മൈനസ് 1 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആവണം, എക്സ് മൈനസ് 2 0 ആണെങ്കിൽ 2 ആവണം, 3 ആവണം. 1 2 3 നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ 1 2 3 ക്രിട്ടിക്കൽ പോയിൻറ്റ്സും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ഇവിടെയുള്ള ഒരു നമ്പർ എടുക്കുക, ഗ്രേറ്റർ 3നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പർ 4 എടുക്കുക. 4 മൈനസ് 1 3 പോസിറ്റീവാണ്, 4 മൈനസ് 2 2 പോസിറ്റീവാണ്, 4 മൈനസ് 3 പോസിറ്റീവാണ്. പോസിറ്റീവ് ഡിവൈഡ് ബൈ പോസിറ്റീവാണ്. പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണോ, അതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണോ, അതെ ശരിയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റീജിയൻ ഇവിടെ ശരിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ റീജിയൻ തെറ്റായിരിക്കും, ഈ റീജിയൻ ശരിയായിരിക്കും, ഈ റീജിയൻ തെറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഉണ്ടാവുക, നിങ്ങൾക്ക് എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതിൽ ഏതൊക്കെ വാല്യൂസ് കൊടുത്താൽ ഈ ഇനീക്വാലിറ്റി നിങ്ങൾക്ക് ശരിയായിട്ട് കിട്ടും, അതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ ആൻസർ വരിക 1 2 1ഉം 2 ഒന്നും ഇവിടെ ഇൻക്ലൂഡ് അല്ല. നമ്മുടെ ആൻസർ ഉണ്ടാവുക 1 to 2, ഓപ്പൺ ഇൻ്റർവൽ 1 to 2, ഓപ്പൺ ഇൻ്റർവൽ 3 to ഇൻഫിനിറ്റി, നടുക്ക് യൂണിയൻ ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ഇൻറ്റു എക്സ് പ്ലസ് 7 ഇൻറ്റു എക്സ് മൈനസ് 9 ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണണം. എക്സ് മൈനസ് 1 0 ആവണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് എക്സ് മൈനസ് 1 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കണം, എക്സ് പ്ലസ് 2 ആണെങ്കിൽ മൈനസ് 2 ആയിരിക്കണം, എക്സ് മൈനസ് 5 ആണെങ്കിൽ പ്ലസ് 5 ആയിരിക്കണം, എക്സ് പ്ലസ് 7 ആണെങ്കിൽ മൈനസ് 7 ആയിരിക്കണം, എക്സ് മൈനസ് 9 ആണെങ്കിൽ പ്ലസ് 9 ആയിരിക്കണം. നമുക്ക് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടി 1 മൈനസ് 2 പ്ലസ് 5 മൈനസ് 7 ആൻഡ് പ്ലസ് 9. അതിനുശേഷം നമ്മൾ നമ്പർ ലൈൻ വരയുക. നമ്പർ ലൈനിന് പ്ലസ് ഇൻഫിനിറ്റി മൈനസ് ഇൻഫിനിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. അതിനുശേഷം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കൊടുക്കുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഏറ്റവും റൈറ്റിലുള്ള ഏറ്റവും വലിയ നമ്പർ ഇവിടെ 9 ആണ്. നെക്സ്റ്റ് വലിയ നമ്പർ ഉള്ളത് 5 ആണ്. അടുത്തത് ഇവിടെ 1 ഉണ്ട്. അടുത്തത് ഇവിടെ -2, -2നേക്കാൾ ചെറുതാണ് -7. അപ്പോൾ നിങ്ങൾ നമ്പർ ലൈൻ വരച്ചു. അതിനുശേഷം നിങ്ങൾ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് അടയാളപ്പെടുത്തി. നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക, 9നേക്കാൾ വലിയ ഏതെങ്കിലും നമ്പർ. നിങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് -7നേക്കാൾ കുറഞ്ഞ ഒരു നമ്പർ -8 എടുക്കും. ഒരുപാട് മൈനസ് വരും, ഒരുപാട് നെഗറ്റീവ്സ് വരും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. പോസിറ്റീവായിട്ടുള്ള ഒരു നമ്പർ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലുള്ള ഒരു നമ്പർ ഒരു 10 നമ്മൾ ഇതിൽ കൊടുക്കുകയാണ്. 10 - 1 9 പോസിറ്റീവാണ്, 10 + 2 പോസിറ്റീവാണ്, 10 - 5 പോസിറ്റീവാണ്, 10 + 7 പോസിറ്റീവാണ്, 10 - 1 പോസിറ്റീവാണ്. മുഴുവൻ പോസിറ്റീവാണ്. പോസിറ്റീവ് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. ദ ക്വസ്റ്റ്യൻ ഇതാണ്, ഗ്രേറ്റർ ദാൻ 0 ആണോ എന്നാണ്. ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് റീജിയൻ ശരിയാണ്. അപ്പോൾ ഈ റീജിയൻ തെറ്റായിരിക്കും, ഈ റീജിയൻ ശരിയായിരിക്കും, ഈ റീജിയൻ തെറ്റായിരിക്കും, ഈ റീജിയൻ ശരിയായിരിക്കും, ഈ റീജിയൻ തെറ്റായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ 0 എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മളെ ഈ പോയിൻറ്റ്സ്, നമ്മളെ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഒന്നും ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയുള്ള ഒരു വട്ടോട്ട് വെച്ചാൽ മതി. ഡാർക്ക് ചെയ്യരുത്, കാരണം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ലല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ നമുക്ക് ഡാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഡാർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരിക -7 to -2 ഓപ്പൺ ഇൻ്റർവൽ, 1 to 5 ഓപ്പൺ ഇൻ്റർവൽ, 9 to ഇൻഫിനിറ്റി ഓപ്പൺ ഇൻ്റർവൽ. അപ്പോൾ ആൻസർ ഇതാണ് വരും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ടൈപ്പ് 3യിലേക്ക് പോവാം. ടൈപ്പ് 3 ഇതിൻ്റെ തന്നെ മറ്റൊരു റാഷണൽ ഇനീക്വാലിറ്റിയുടെ മറ്റൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 3 x - 1 into x - 2 into x - 3 greater than or equal to 0.
ക്വസ്റ്റ്യൻ ഇതാണ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി നല്ല ശ്രദ്ധിച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രിട്ടിക്കൽ പോയിന്റ്സ് അടയാളപ്പെടുത്തണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് എക്സ് മൈനസ് 1 0 വരണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 2 3. ഇതിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് 1 2 3 നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ ഈ ഇനീക്വാലിറ്റിയിൽ നിങ്ങൾക്ക് 0 വരാൻ പറ്റും. അപ്പോൾ എക്സ് മൈനസ് 1 നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്പർ ലൈൻ മാർക്ക് ചെയ്യണം. നമ്പർ ലൈൻ മാർക്ക് ചെയ്തതിന് 1 2 3. ഓക്കെ, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ 0 വരാൻ പറ്റുമോ? 1 മൈനസ് 1 0 വന്നാൽ കുഴപ്പമില്ല. 1 മൈനസ് 1 ഈക്വൽ ടു 0 ഉണ്ടല്ലോ. അപ്പോൾ 1 മൈനസ് 1 0 വരാം. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഡാർക്ക് ചെയ്യാം. ഇവിടെ ഈ ഇനീക്വാലിറ്റിയിൽ 2 കൊടുത്താൽ 2 മൈനസ് 2 0 വരും. അപ്പോൾ ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 ഡിഫൈൻഡ് അല്ല. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഫോർ എക്സാമ്പിൾ 3/0 നോട്ട് ഡിഫൈൻഡ്, 5/0 നോട്ട് ഡിഫൈൻഡ്, 7/0 നോട്ട് ഡിഫൈൻഡ്. അതായത് ഡിനോമിനേറ്ററിൽ ഒരിക്കലും എന്ത് വരാൻ പാടില്ല? 0 വരാൻ പാടില്ല. അതായത് നമുക്കൊരിക്കലും അടിയിലുള്ള നമ്പേഴ്സിന് ഒരിക്കലും നമുക്ക് ഡാർക്കായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇവിടെ എക്സിൻ്റെ വാല്യൂ 2 ഒരിക്കലും വരില്ല, എക്സിൻ്റെ വാല്യൂ 3 ഒരിക്കലും വരില്ല. അപ്പോൾ നമ്മൾ 2 ഡാർക്ക് ചെയ്യാൻ പാടില്ല, 3 ഡാർക്ക് ചെയ്യാൻ പാടില്ല. ഇതാണ് ടൈപ്പ് 2 ടൈപ്പ് 3 തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ ചെയ്യാവുന്നതാണ്. 3നേക്കാൾ വലിയ നമ്പർ ഒരു 4 കൊടുക്കാം. പോസിറ്റീവ് മുഴുവൻ പോസിറ്റീവാണ്. അപ്പോൾ ഈ റീജിയനിൽ വരും, ഈ റീജിയനിൽ വരില്ല, ഈ റീജിയൻ വരും, ഈ റീജിയൻ വരില്ല. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഉണ്ടാവുക 1 to 2. 1 ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്, 2 ഓപ്പൺ ഇൻ്റർവെല്ലാണ്, 3 to ഇൻഫിനിറ്റി 3 ഓപ്പൺ ഇൻ്റർവെല്ലാണ്, ഇൻഫിനിറ്റി ഓപ്പൺ ഇൻ്റർവെല്ലാണ്, യൂണിയൻ. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യണം, ഇതിൽ നമ്മൾ ഒരൊറ്റ കാര്യം ശ്രദ്ധിക്കണം, ഡിനോമിനേറ്ററിൽ ഒരിക്കലും 0 വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അടിയിലുള്ള നമ്പേഴ്സ് നമ്മൾ ഒരിക്കലും ഡാർക്ക് ചെയ്യാൻ പാടില്ല. മുകളിലായിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഡാർക്ക് ചെയ്യാം, കാരണം ഈക്വൽ 0 വരാം. എക്സിന് 1 വന്നാൽ 1 മൈനസ് 1 എന്താണ്? 0 ആണ്. നമുക്ക് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമ്പർ ലൈൻ വരയ്ക്കുക, -∞ ടു +∞ കൊടുക്കുക. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണേ. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് സിമ്പിൾ 1 2 3 4 5. 1 2 3 4 5 റെപ്രസെൻ്റ് ചെയ്യുക. 1 2 3 4 5. ഇതിൽ നമുക്ക് 1 എക്സ് മൈനസ് 1 മൈനസ് 1 0 വരാം, കാരണം ഈക്വൽ 0 ഉണ്ട്. 2 മൈനസ് 2 0 വരാം, അതും ഈക്വൽ 0 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 1 ഉള്ള ഈ റീജിയൻ ഡാർക്ക് ചെയ്യാം, 2 ഉള്ള റീജിയൻ ഡാർക്ക് ചെയ്യാം. കാരണം 1ഉം 2ഉം നമുക്കിവിടെ പോസിബിൾ ആണ്, 0 വരാൻ പറ്റും. 3ഉം 4ഉം 5 ഒരിക്കലും 0 വരാൻ പാടില്ല, കാരണം അടിയിൽ ഡിനോമിനേറ്റർ 0 വന്നാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഒരിക്കലും അപ്പോൾ ഒരിക്കലും ഈ നമ്പേഴ്സ് 0 ആവാൻ പാടില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 5നേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു നമ്പർ ഏതെങ്കിലും 10 എടുക്കാം. 10 ആണെങ്കിൽ 10 മൈനസ് 1 പോസിറ്റീവാണ്, 10 മൈനസ് 2 പോസിറ്റീവാണ്, 10 മൈനസ് 4 പോസിറ്റീവാണ്, ഫുൾ പോസിറ്റീവാണ്. പോസിറ്റീവ് ഡിവൈഡ് ബൈ പോസിറ്റീവാണ്. പോസിറ്റീവ് ലെസ് ദാൻ 0 ആണോ? ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. പോസിറ്റീവ് ലെസ് ദാൻ 0 ആണോ? അല്ല. അപ്പോൾ ഈ റീജിയൻ വരില്ല. അപ്പോൾ ഈ റീജിയൻ വരും, ഈ റീജിയൻ വരില്ല, ഈ റീജിയൻ വരും, ഈ റീജിയൻ വരില്ല, ഈ റീജിയൻ വരും. അപ്പോൾ നിങ്ങളുടെ ആൻസർ ഉണ്ടാവുക -∞ ടു 1. 1 നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്, ഇൻഫിനിറ്റി എപ്പോഴും ഓപ്പൺ ഇൻ്റർവെല്ലാണ് കൊടുക്കുക. നെക്സ്റ്റ് 2 to ഇൻഫിനിറ്റി 2 to 3 ഉണ്ട്. അതിൽ 2 ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്, 3 ഓപ്പൺ ഇൻ്റർവെല്ലാണ്. നെക്സ്റ്റ് ഉള്ളത് 2 to 3, 4 to 5. 4ഉം ഓപ്പൺ ആണ്, 5 ഓപ്പൺ ആണ്, 3ഉം യൂണിയൻ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ടൈപ്പ് 3. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ? അടുത്ത നമുക്ക് ടൈപ്പ് 4ലേക്ക് പോവാം. നെക്സ്റ്റ് ടൈപ്പ് 4 ആണ്.
Type 4, x minus 2 into x minus 3 divided by x square plus 1 greater than or equal to 0. Okay. ഇതാണ് ടൈപ്പ് 4. ഈ ക്വസ്റ്റിൻ്റെ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന് ഒരു പ്രത്യേകതയുണ്ട്. എക്സ് സ്ക്വയർ പ്ലസ് 1 ഓൾവേസ് പോസിറ്റീവാണ്. കാരണം എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറാണ്. സ്ക്വയർ ഒരിക്കലും നെഗറ്റീവ് വരില്ല. അതിന് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്താൽ ഓൾവേസ് ഇതെന്താണ്? ഓൾവേസ് പോസിറ്റീവാണ്. ഓൾവേസ് പോസിറ്റീവ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ പോസിറ്റീവാണെന്ന് കിട്ടി. ഇവിടെ നിങ്ങൾക്ക് ലെസ് ദാൻ 0 എന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? നിങ്ങൾക്ക് കിട്ടേണ്ട ആൻസർ നെഗറ്റീവാണ്. നിങ്ങൾക്ക് ഒരു നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0നേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് പോസിറ്റീവാണ്. ഒരു നമ്പറിനെ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് നമ്പർ കിട്ടണം. അപ്പോൾ ഇതെന്തായിരിക്കണം? പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഈ ഇനീക്വാലിറ്റി നിങ്ങൾക്ക് എന്തായിട്ട് എഴുതാം? ജസ്റ്റ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതിനുശേഷം ഈ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് 2ഉം 3ഉം അവിടെ ഉൾപ്പെടുത്താം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ മുമ്പ് പഠിച്ച പോലെ ആൻസർ വരിക -∞ to 2 യൂണിയൻ 3 to ഇൻഫിനിറ്റി ആണ്. ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ. ചില ഫംഗ്ഷൻസ് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. എക്സ് സ്ക്വയർ പ്ലസ് 1നെ നിങ്ങൾക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ചില ഫംഗ്ഷൻസ് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. അതായത് ഇവിടെ നിങ്ങളൊരു ഈ ഇക്വേഷനാണ് ax² പ്ലസ് bx പ്ലസ് c എന്ന് എഴുതിയാൽ ഡിസ്ക്രിമിനൻ്റ് കാണാം. ഡിസ്ക്രിമിനൻ്റ് കണ്ടിട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവും x² കോഎഫിഷ്യൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഡിസ്ക്രിമിനൻ്റ് b² - 4ac. ഡിസ്ക്രിമിനൻ്റ് നിങ്ങൾക്കറിയാം. ഡിസ്ക്രിമിനൻ്റ് b² - 4ac ആണ്. b² - 4ac വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടില്ല. കാരണം നമുക്കറിയാം ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക -b ± √b² - 4ac ഡിവൈഡ് ബൈ 2a ആണ്. അപ്പോൾ b² - 4ac നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫംഗ്ഷൻ ഒന്നുകിൽ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എ പോസിറ്റീവ് ആണോ എ നെഗറ്റീവ് ആണോ എന്നാണ്. എ പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ പോസിറ്റീവ് ആയിരിക്കും. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണ്, എ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൾവേസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യം നിങ്ങൾ ഓർത്ത് വെക്കണേ. ഡിസ്ക്രിമിനൻ്റ് ഒരു ഫംഗ്ഷൻ്റെ ഡിസ്ക്രിമിനൻ്റ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാക്ടേഴ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇതാണ് എക്സ് മൈനസ് 2 ഡിവൈഡ് ബൈ x² - 5x + 6. ഇതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നോക്കാം. b² - 4ac b² - 4ac b² 25 -4 × 1 × 6 24 1 പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. നിങ്ങൾക്ക് -b ± √b² - 4ac ഡിവൈഡ് ബൈ 2a ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ x - 2 ഡിവൈഡ് ബൈ x - 3 × x - 2 എന്നാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് മുമ്പ് ചെയ്ത രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ b² - 4ac നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾക്ക് ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ എപ്പോഴും ഒന്നുകിൽ ഫംഗ്ഷൻ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. അത് ചെക്ക് ചെയ്യാൻ എത്രയേ ഉള്ളൂ. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണെങ്കിൽ എ പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്, എ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്. എക്സാമ്പിൾ x² + x + 1 ഇത് ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയിരിക്കും. ഇതിൻ്റെ എ പോസിറ്റീവ് ആണ്, എ 1 പോസിറ്റീവ് അല്ല. അപ്പോൾ ഇത് ഓൾവേസ് പോസിറ്റീവ് ആണ്. -x² - 5 ഇവിടെ ഡിസ്ക്രിമിനൻ്റ് നിങ്ങൾ കണ്ടാൽ മതി. b² - 4ac ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവാണ് കിട്ടുക. ഇതിൻ്റെ എൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഇതെന്താണ്? ഓൾവേസ് നെഗറ്റീവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയത് ഓൾവേസ് പോസിറ്റീവ് ആണോ ഓൾവേസ് നെഗറ്റീവ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഈ ടൈപ്പ് ഈ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. x-2 into x-3 divided by x² + 4 less than or equal to 0. x² + 4 ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിമിനൻ്റ് ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം x² പോസിറ്റീവാണ്, 4 പോസിറ്റീവാണ്. ഇത് ഓൾവേസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അല്ലാണ്ട് നിങ്ങൾ കാണുകയാണെങ്കിലും ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവും ആയിരിക്കും, എ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെ ഉള്ളത് പോസിറ്റീവാണ്. നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ്? ലെസ് ദാൻ 0. നമുക്ക് കിട്ടേണ്ട വാല്യൂ 0-നേക്കാൾ കുറവാണ്, നെഗറ്റീവാണ് കിട്ടേണ്ടത്. അടിയിലുള്ളത് പോസിറ്റീവാണ്. അങ്ങനെയുള്ള മുകളിലുള്ള എന്തായിരിക്കണം? മുകളിലുള്ളത് നിർബന്ധമായിട്ടും നെഗറ്റീവ് ആയിരിക്കണം. അതായത് x-2 into x-3 ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. 2, 3 ഉണ്ടാവും, 2, 3 ഉണ്ടാവും. നിങ്ങളുടെ റീജിയൻ വരിക, ഈ റീജിയനാണ് വരിക. അപ്പോൾ ആൻസർ വരിക 2 to 3 ഓപ്പൺ ഇൻ്റർവൽ. നമ്മൾ ഈ ടൈപ്പിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്. ലാസ്റ്റ് ടൈപ്പാണ്. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒരുപാട് ടൈപ്സ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ടൈപ്സിൽ നെക്സ്റ്റ് ഒരു ടൈപ്പും കൂടിയാണുള്ളത്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്. ലാസ്റ്റ് ടൈപ്പ് ഇതാണ്. ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ ഇതാണ്. x-1 into x-2 whole square into x-3 greater than 0. ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഫംഗ്ഷനിൽ ഒരു ഫാക്ടർ x-2ൻ്റെ പവേഴ്സ് വരുന്നുണ്ട്. പവേഴ്സ് വരുമ്പോൾ നമുക്കൊരു ഒറ്റ കാര്യം ചെക്ക് ചെയ്താൽ മതി. ഫസ്റ്റ് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് 1, 2, 3 റെപ്രസെൻറ്റ് ചെയ്യുക. നമ്പർ ലൈൻ റെപ്രസെൻറ്റ് ചെയ്യുക. 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. പവേഴ്സ് വരുമ്പോൾ നമ്മൾ നേരത്തെ ഇട്ട പോലെ പ്ലസ് മൈനസ് അങ്ങനെ ഇട്ട് പോകരുത്. നമ്മൾ ഓരോ റീജിയനിലുള്ള നമ്പേഴ്സ് സെപ്പറേറ്റ് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ 3-നേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു നമ്പർ നമ്മളൊരു 4 ചൂസ് ചെയ്യുക. 4 നോക്കുക. അപ്പോൾ 4 - 1 എത്രയാണ്? 3 പോസിറ്റീവാണ്. 4 ഇതിൻ്റെ സ്ക്വയർ ഓൾവേസ് പോസിറ്റീവാണ്. 4 - 3 ഇത് പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു റീജിയൻ വരും, ശരിയാണ്. ഇനി അടുത്ത് നമ്മൾ ചെയ്ത പോലെ അവിടെ തെറ്റ് ശരി ഇട്ട് പോകാൻ പാടില്ല. ഇനി ഓരോ റീജിയനും ചെക്ക് ചെയ്യണം. 2-നും 3-നും ഇടയിലുള്ള ഒരു പോയിൻ്റ് 2.5 ചെക്ക് ചെയ്യാം. 2.5 എന്ന് 1 കുറച്ചാൽ 1.5 പോസിറ്റീവാണ്. ഇത് സ്ക്വയറാണ്, സ്ക്വയർ ഓൾവേസ് പോസിറ്റീവാണ്, ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 2.5 3 കുറച്ചാൽ നെഗറ്റീവാണ് വരിക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് എന്താണ്? നെഗറ്റീവാണ്. അപ്പോൾ ഈ റീജിയനിൽ വരില്ല, തെറ്റാണ്. ഇനി 1 to 2 ഉള്ളൊരു പോയിൻ്റ് കൊടുക്കുക. 0.5 കൊടുത്താൽ 1 - 0.5 എന്താണ്? 0.5 ആണ്, അത് പോസിറ്റീവാണ്. ഇത് സ്ക്വയറാണ്, സ്ക്വയർ ഓൾവേസ് പോസിറ്റീവാണ്. x - 0.5 മൈനസ് 1 ആണ് ചെക്ക് ചെയ്യേണ്ടത്. 0.5 - 1, 0.5 എന്ന് 1 സബ്സ്ട്രാക്ട് ചെയ്താൽ നെഗറ്റീവാണ് ഉണ്ടാവുക. 0.5 - 1 നെഗറ്റീവാണ്. ഇത് സ്ക്വയർ ടേം ആണ്, ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. 0.5 - 3 നെഗറ്റീവാണ് വരിക. അപ്പോൾ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെയുള്ള റീജിയൻ ചെക്ക് ചെയ്യുക. 0 - 1 നെഗറ്റീവാണ്. 0 - 2ൻ്റെ ഹോൾ സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. 0 - 3 നെഗറ്റീവാണ്. ഓക്കെ, ഇവിടെ 0 - 3 നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ഡിവൈഡ് ബൈ നെഗറ്റീവ് എന്താണ്? പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ 3 റീജിയൻ വന്ന് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അൾട്ടർനേറ്റ് പ്ലസും മൈനസും ഇട്ട് പോകാൻ പാടില്ല. ഇതിൽ നമ്മൾ ഓരോ റീജിയനിലുള്ള നമ്പേഴ്സ് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്ന പോർഷൻസിൽ ഒരുപാട് ഇത്രയും ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് ഉള്ളത്. പക്ഷേ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻസും നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇത്രയും നിങ്ങൾ ബേസിക്സ് ആയിട്ട് പഠിച്ചിരിക്കണം. നമുക്ക് ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.